അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ദുൽഹിജ്ജ ഒന്നാണല്ലേ. ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് ആഗതമാവുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ചിലതാണ് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഹറാമുകളിൽ നിന്ന് അഥവാ തെറ്റുകളിൽ നിന്ന് അക്രമങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. എന്ന് കരുതി ബാക്കിയുള്ള മാസമെല്ലാം നമ്മൾ ഹറാമ് ചെയ്യുക എന്നുള്ളതല്ല. ഈ ഒരു മാസം ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആദരിച്ച മാസങ്ങളെ ആദരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തഖ്വയിൽപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്തേതായിട്ട് പറയുന്നത് ഖുർആൻ പാരായണം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട സൂറത്തുകളാണ്. സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈമാൻ വർദ്ധിക്കും, അതുപോലെ തന്നെ പ്രയാസ പ്രതിസന്ധികൾ മാറും എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ യാസീൻ, സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ 1 മുതൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ 200 പ്രാവശ്യം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ദാരിദ്ര്യം, കടം, അതുപോലെ കണ്ണേറ് തുടങ്ങിയ എല്ലാത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജ് നമ്മൾ ആദ്യ 10 ദിനങ്ങളിൽ ഓതിക്കഴിഞ്ഞാൽ അവൻ ഹജ്ജ് ചെയ്യാതെ മരണപ്പെടില്ല എന്ന് പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തേതായിട്ട് പറയുന്നത് ദിക്റുകൾ അധികരിപ്പിക്കുക. നമുക്കറിയാവുന്ന ദിക്റുകൾ അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ അറിയാവുന്ന ദിക്റുകൾ നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നാലാമത്തേതായിട്ട് പറയുന്നത് നോമ്പുകാരനാവുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമുക്ക് നോമ്പെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തിങ്കൾ, വ്യാഴം അങ്ങനെ സുന്നത്ത് നോമ്പായിട്ട് എടുക്കാം. ഇതിനും കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ അറഫ നോമ്പെങ്കിലും നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തേതായിട്ട് പറയുന്നത് തക്ബീർ അധികരിപ്പിക്കുക. നിസ്കാരശേഷം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം തക്ബീർ അധികരിപ്പിക്കുക. ഇനി ആറാമത്തേതായിട്ട് പറയുന്നത് ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിവില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റബ്ബിനോട് നല്ലോണം ദുആ ചെയ്യുക. എപ്പോഴും അതിനു വേണ്ടി ആഗ്രഹിക്കുക. നമ്മുടെ ആഗ്രഹം റബ്ബ് നടത്തി തരുന്നതായിരിക്കും. ഇനി ഏഴാമത്തേതായിട്ട് പറയുന്നത് കഴിവുള്ളവൻ ഉലീഹത്ത് കർമ്മത്തിൽ ഭാവുകമാവുക എന്നുള്ളതാണ്. ഈ ഉലീഹത്ത് കർമ്മത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതെന്തിനാണ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി എട്ടാമത്തേതായിട്ട് പറയുന്നത് ദുആ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു മാസത്തെ കൊണ്ട് നടക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ദുആ പടച്ചവൻ സ്വീകരിക്കുന്നതായിരിക്കും. ഇനി ഒമ്പതാമത്തേതായിട്ട് പറയുന്നത് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. 10ാമത്തത് സ്വതക്ക നൽകുക. 11ാമത്തത് കുടുംബബന്ധം ചേർക്കുക. 12ാമത്തത് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബൻ നമ്മളെല്ലാം സഹായിക്കട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും നന്മകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്കും ഈമാനും നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയുകയും വേണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.